അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. ഓരോ മണിക്കൂറിനും എത്രയാണ് $8 $6 അങ്ങനെ വെച്ച് നമുക്ക് മണിക്കൂറിൽ ക്യാഷ് കിട്ടുന്നതായിരിക്കും. അപ്പം ഡോളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പേപ്പാൽ ഓപ്ഷനുണ്ട്. പേപ്പാൽ വഴി നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഞാൻ വീഡിയോയിൽ സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് പ്രോലിഫിക് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ഒരു റിസർച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിസർച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സർവേ ഫോമിലാണ് വർക്ക് ചെയ്യേണ്ടത്. സർവേസൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർ തരുന്ന ഈ സ്റ്റഡിക്ക് വേണ്ടുന്ന മാറ്റേഴ്സ് തരും. അത് മനസ്സിലാക്കിയിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ അതിന് ആൻസർ ചെയ്യണം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ സർവേ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ പാർട്ടീസ് പ്രോലിഫിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പേര് കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു പേര് നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേരൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റിൽ അവർ പറയുന്നത് അവർ റിസർച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റഡി നടത്താനായിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ മാറ്റർ പറയും. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റഡി നടത്തണം. എന്തിനാണ് ഇങ്ങനെ സ്റ്റഡി നടത്തിയിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ശേഖരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അവർക്കൊരു 100-1000 പേരുടെയൊക്കെ ഡേറ്റാസ് പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ട് ഈ സർവേസ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പം നമ്മളോട് ഒരു സർവേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് അവൈലബിൾ ആകുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പം ഫാബ്രിക് കണ്ടീഷൻ്റെ പറ്റി നമ്മളോട് അവർ സർവേസിലൂടെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആൻസർ പറയത്തില്ല. അതപ്പോൾ അവരെ കൂടുതൽ ഡെവലപ്പ് ആക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെയാണ് ഇവർ നടത്തുന്നത്. അവരോരോ സ്റ്റഡീസ് നമുക്ക് അവർ തരും. അതിൻ്റെ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ അവർ അതിൻ്റെ ബേസിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പേയ്മെൻറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹൗ മച്ച് ക്യാൻ ഐ ഗെറ്റ് യു പെയ്ഡ്, എത്ര രൂപ നമുക്ക് പെയ്ഡ് കിട്ടും. ഇവർ പേയ്മെൻറ്റ് ചെയ്യുന്നത് മണിക്കൂറിനാണ്. ഒരു മണിക്കൂറിൽ നമുക്ക് $6 കിട്ടും. $6 $8 കിട്ടുക. അതല്ല, നമുക്ക് യൂറോയിലാണെങ്കിൽ €6 കിട്ടുക. അപ്പം നമുക്ക് ഇത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ സർവേ എല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് എടുത്തുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഗെറ്റ് പെയ്ഡ് ടു എന്നുള്ളടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓണായി കിട്ടുന്നതാണ്. ഇവിടെ ഏൺ മണി ടു ഹെൽപ്പ് വേൾഡ് ചേഞ്ചസ് റിസർച്ച്. അപ്പം വേൾഡിൽ ചേഞ്ചസ് വരാനുള്ള റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് ഹെൽപ്പ് ചെയ്യാം. അത് ടേക്ക് ഇൻട്രസ്റ്റിംഗ് പെയ്ഡ് സ്റ്റഡീസ് ഫ്രം ഹോം. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇവരുടെ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുന്നു ഷെയർ യൂണിക് ഒപ്പീനിയൻസ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ് വിത്ത് മീ വേൾഡ് ടോപ്പിക് അക്കാഡമി മൈൻഡ്. അപ്പം നമ്മൾ വേൾഡിൽ ഉള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒപ്പീരിയൻസ് നോളജൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ അവർ പറയുന്നത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഹൗ ഇറ്റ് വർക്ക്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഒന്ന് സൈനപ്പ് ചെയ്യുക. നമ്മൾ ഈ ഒരു സൈറ്റിൽ ആദ്യമേ സൈനപ്പ് ചെയ്യുക. അതിന് ശേഷം വെരിഫൈ യുവർ അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. സ്റ്റാർട്ട് ടേക്കിംഗ് സ്റ്റഡീസ്, നമുക്ക് സ്റ്റഡീസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡീസ് ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ സ്റ്റഡീസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റഡി നടത്തിയിട്ട് നമുക്കതിന് ഒപ്പീനിയൻസ് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മൺഡേ ടു ഫ്രൈഡേ 9 മണി തൊട്ട് 5 മണി വരെ അവർ വർക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ FA ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അതിനകത്ത് 1 by 1 ആയിട്ട് അവർ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഇവിടെ ഗെറ്റ് പെയ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് ഏണിങ്സ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി അതെല്ലാം സെലക്ട് ചെയ്യുക. ഇവിടെ എന്താണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇല്ല, ഇവിടെ ബ്ലൂ ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിൽ ID വെരിഫിക്കേഷൻ വരും, പിന്നെ ഫോൺ നമ്പർ വെരിഫിക്കേഷന്, പിന്നെ ID വെരിഫിക്കേഷന്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അവർ അപ്രൂവൽ ചെയ്തിട്ട് നമുക്ക് മണിക്കൂറിനനുസരിച്ച് അവർ പേയ്മെൻറ്റ് തരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്.